മുഹറം മാസത്തിലാണ് നാം ഓരോരുത്തരും. അറബി ഹിജ്റ കലണ്ടർ അനുസരിച്ച് ഒരു വർഷത്തിന്റെ ആദ്യത്തെ മാസമാണ് മുഹറം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ മാസത്തെ നമ്മളോട് പരിചയപ്പെടുത്തിയത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറം എന്നാണ്. ഈ മാസത്തിൽ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഹറം 10 അന്നത്തെ ദിവസത്തെ നോമ്പ് സുന്നത്താണ്. റമളാനിലെ ഒരു മാസത്തെ നിർബന്ധമായ നോമ്പ് നിർബന്ധമാക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മക്കയിലെ ഖുറൈശികളും മക്കയിലെ മുസ്ലിമീങ്ങളും മദീനയിലെ യഹൂദന്മാരും ഒക്കെ ആചരിച്ചിരുന്ന ഒരു നോമ്പാണ് മുഹറം 10 നോമ്പ്. റമളാനിലെ നോമ്പ് നിർബന്ധമാകുന്നത് മദീനയിൽ വന്നതിന് ശേഷമാണ്. അതിനു മുമ്പ് നിർബന്ധമായി കണക്കാക്കിയിരുന്ന മുഹറം 10 നോമ്പായിരുന്നു. മദീനയിൽ വന്ന് റമളാനിലെ നോമ്പ് നിർബന്ധമായതിനു ശേഷം ഈ നോമ്പ് സുന്നത്താക്കപ്പെടുകയും സാധിക്കുന്നവർക്ക് പിടിക്കാനും പിടിക്കാതിരിക്കാനുമുള്ള അനുവാദം നൽകപ്പെടുകയും ചെയ്തു. എങ്കിലും നബിതങ്ങൾ സുന്നത്തായി ആ നോമ്പ് പിടിക്കുമായിരുന്നു. മാത്രമല്ല അല്ലാഹു തആല ആ ഒരു നോമ്പിന്റെ പേരിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തെ പാപങ്ങൾ മനുഷ്യന് പുറത്തു നൽകുമെന്ന് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നബിതങ്ങൾ വഫാത്താകുന്നതിന് തൊട്ടു മുമ്പുള്ള വർഷമാണ് അറിഞ്ഞത് മദീനയിലെ യഹൂദന്മാരും ഇതേ നോമ്പ് പിടിക്കുന്നുണ്ട് എന്ന്. എന്തിനാണ് അവർ നോമ്പ് പിടിക്കുന്നത് എന്ന് അന്വേഷിച്ചപ്പോ അവര് പറഞ്ഞു, ഇന്നത്തെ ദിവസമാണ് അല്ലാഹു തആല മൂസാ നബി അലൈഹിസ്സലാമിലൂടെ ഫറോവ എന്ന ലോകത്തെ ആദ്യത്തെ ഏകാധിപതിയായ ഭരണാധികാരിയിൽ നിന്നും ഇസ്രായേൽ ജനതയ്ക്ക് മോചനം നൽകിയത്. അതിന്റെ നന്ദി എന്നോണമാണ് ഞങ്ങൾ ഈ നോമ്പ് പിടിക്കുന്നത് എന്ന് പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നഹ്നു അഹഖു ബിമൂസാ മിൻഹും, അവരെക്കാൾ മൂസാ നബി അലൈഹിസ്സലാമിനോട് ഏറ്റവും കൂടുതൽ കടമയുള്ളത് എനിക്കാണ്. അവര് അതിന്റെ പേരിൽ ഒരു ദിവസം നോമ്പ് പിടിക്കുന്നെങ്കിൽ ഞാൻ 2 ദിവസമെങ്കിലും പിടിക്കണ്ടേ? അടുത്ത വർഷം ഞാൻ ജീവിച്ചിരുന്നാൽ ല അസൂമന്ന താസിഅ, 9 കൂടി ചേർത്ത് 9ഉം 10ഉം ഞാൻ നോമ്പ് പിടിക്കുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതുകൊണ്ട് മുഹറം 9നും 10നും, 10നാണ് സുന്നത്ത് നബി തങ്ങൾ പിടിച്ചിരുന്നത്, 9 കൂടി ചേർത്ത് പിടിക്കുമെന്ന് മരിക്കുന്നതിന് മുമ്പ് ആഗ്രഹം പറഞ്ഞു. പക്ഷെ അടുത്ത കൊല്ലം ജീവിച്ചിരുന്നില്ല. അതുകൊണ്ട് 9നും 10നും നോമ്പ് പിടിക്കൽ സുന്നത്താണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഭിപ്രായം. ഇനി ഒരാൾക്ക് 9ന് സാധിച്ചില്ലെങ്കിൽ 10നോടൊപ്പം അതിന്റെ പിറ്റേ ദിവസം കൂടി ചേർത്ത് 10ഉം 11നും നോമ്പ് പിടിക്കൽ സുന്നത്താണ്, 9ന് സാധിക്കാത്തവർ എന്ന് ഇമാമിയങ്ങൾ ഈ ഹദീസിന്റെ വ്യാഖ്യാനമായി നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഇതാണ് ഈ മാസത്തിൽ ഏറ്റവും വലിയ പുണ്യമായി പ്രത്യേകം നിശ്ചയിച്ചിരിക്കുന്ന കർമ്മം. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഈ നോമ്പിലൂടെ അള്ളാഹു നമ്മളെ എന്താണ് ഓർമ്മിപ്പിക്കുന്നത്? ഈ നോമ്പ് സുന്നത്താക്കപ്പെട്ടതിന്റെ പിന്നിലെ ചരിത്രം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം ലോകം മുഴുവൻ വലിയ ദാരിദ്ര്യത്തിലേക്ക് കടന്നുപോയ ഒരു കാലഘട്ടത്തിൽ അന്യായമായി ഈജിപ്തിന്റെ തടവറയിൽ കഴിഞ്ഞിരുന്ന യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഈജിപ്തിന്റെ ഭക്ഷ്യവകുപ്പ് മന്ത്രിയാക്കുകയും അള്ളാഹുവിന്റെ സഹായവും അദ്ദേഹത്തിന്റെ മിടുക്കും കൊണ്ട് ആ പ്രശ്നം യൂസുഫ് നബി അലൈഹിസ്സലാം പരിഹരിക്കുകയും ചെയ്തു. യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ പിതാവും അദ്ദേഹത്തിന്റെ മക്കളും ഇസ്രായേൽ എന്ന പേരുള്ള യാക്കൂബ് നബി അലൈഹിസ്സലാമും അദ്ദേഹത്തിന്റെ ബാക്കി 10 ആൺമക്കളും യൂസുഫ് നബി തൊട്ടടുത്തുള്ള രാജ്യമായ ഈജിപ്തിൽ രാജാവായി എന്നറിയുമ്പോ, അല്ലെങ്കിൽ രാജാവാകുന്ന സമയത്ത് കാനാൻ ദേശത്ത് നിന്ന് ആദരവോടുകൂടി രാജകുടുംബം എന്ന പരിഗണനയിൽ സ്വീകരിക്കപ്പെട്ട് ആനയിക്കപ്പെട്ട് ഈജിപ്തിലേക്ക് വരികയും രാജാവിന്റെ പിതാവും സഹോദരന്മാരും എന്ന നിലയിൽ അവിടെ താമസിക്കുകയും ചെയ്യുന്നു. അവിടെ ലഭിച്ചിരുന്ന അംഗീകാരത്തിന്റെ പുറത്ത് അവർ കുറെ കാലം താമസിച്ചു. അതിൽ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഒരു സഹോദരന്റെ പേര് യഹൂദ് എന്നായിരുന്നു. ആ ജനതയാണ് പിന്നീട് യഹൂദർ, യാക്കൂബ് നബിയുടെ അപരനാമമായ ഇസ്രായേൽ എന്ന് ചേർത്ത് ഇസ്രായേലിയർ എന്ന് ചരിത്രത്തിൽ അന്നും ഇന്നും അറിയപ്പെടുന്നത്. ആ ജനത 2ഓ 3ഓ നൂറ്റാണ്ട് കഴിയുന്നതോടുകൂടി
ഒരു കാലത്ത് തങ്ങളുടെ മകൻ സഹോദരൻ രാജാവായതിന്റെ പേരിൽ രാജകുടുംബം എന്ന പരിഗണനയിൽ ആ നാട്ടിലേക്ക് കടന്നു വന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ യഹൂദർ എന്ന് അറിയപ്പെടുന്ന ആ ജനത, ആ കുടുംബം 3-4 നൂറ്റാണ്ടുകൾ കഴിയുന്നതോടുകൂടി അവിടുത്തെ തദ്ദേശീയരായ കോപ്റ്റിക് വംശജരായ ആളുകൾ ഭരണത്തിലേക്ക് കയറുന്ന സമയത്ത് രണ്ടാം കിട പൗരന്മാരും പിന്നീട് അടിമകളുമായിട്ട് മാറുന്നു. ഇസ്രായേലിയരെ രണ്ടാം കിട പൗരന്മാരും ഫിറഔൻ എന്ന് പറയുന്ന ഏകാധിപതി റാംസിസ് രണ്ടാമനെന്ന് ചരിത്രത്തിൽ നാമമുള്ള ഏകാധിപതി കടന്നു വരുന്നതോടുകൂടി അടിമകളാക്കി മാറ്റുന്നു. പരമാവധി ഭൂരിപക്ഷത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇളക്കി വിടുകയും ഭൂരിപക്ഷത്തിന്റെ വികാരങ്ങൾ ന്യൂനപക്ഷങ്ങൾ മുറിവേൽപ്പിക്കുന്നു എന്ന് പ്രചരണം നടത്തുകയും ഏതെല്ലാം തരത്തിൽ മനുഷ്യനെ പീഡിപ്പിക്കാനും അടിമകളാക്കാനും സാധിക്കുമോ അത് മുഴുവൻ തന്റെ ഭരണത്തിന്റെ കീഴിൽ ലോകത്തെ ആദ്യത്തെ ഏകാധിപതിയായ ഫറോവ നടപ്പിലാക്കുന്നു. പരിശുദ്ധ ഖുർആൻ ഏറ്റവും കൂടുതൽ ആവർത്തിച്ച് ഉദ്ധരിക്കുന്ന ഒരു ചരിത്ര സംഭവം ഈ സംഭവമാണ് എന്ന് മാത്രമല്ല, ഫിറഔൻ അന്ന് ഭൂരിപക്ഷ ജനതയ്ക്ക് ഇടയിൽ നടത്തുന്ന പ്രസംഗങ്ങളുടെ വാചകങ്ങൾ പോലും അതേപടി പരിശുദ്ധ ഖുർആൻ എടുത്തുദ്ധരിക്കുന്നുണ്ട്. ഫിറഔനിന്റെ പ്രസംഗം അള്ളാഹുവിന് ഖുർആനിൽ എടുത്ത് ഉദ്ധരിക്കേണ്ട കാര്യം എന്താണ്? ലോകത്തെ ആദ്യത്തെ ഏകാധിപതിയെ ഏതാണ്ട് 3000 വർഷത്തോളം നിലനിന്നിരുന്ന ആദ്യത്തെ ലോകത്തെ ഏറ്റവും വലിയ സാമ്രാജ്യമായിരുന്ന പുരാതന ഈജിപ്ഷ്യൻ സാമ്രാജ്യം ഫിറഔൻ എന്ന് പറയുന്ന ഏകാധിപതിയോടുകൂടി അതിന്റെ വളർച്ചയുടെ പാരമ്യത്തിൽ എത്തി നിൽക്കുന്ന സമയത്ത് അല്ലാഹു തആല തകർത്ത് കളയുകയും നശിപ്പിച്ചു കളയുകയും ഫിറഔൻ പ്രതീക്ഷിക്കാത്ത നേരത്ത് മൂസ എന്ന് പറയുന്ന ഇസ്രായേൽ വംശജരിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ പ്രവാചകനായി നിശ്ചയിക്കുകയും അള്ളാഹുവിന്റെ സഹായം കൊണ്ട് മൂസ നബി അലൈഹിസ്സലാം ഇസ്രായേൽ ജനതയെ മോചിപ്പിക്കുകയും ചെയ്തു. അവര് ഇന്നത്തെ ഈജിപ്തിൽ നിന്ന് ഫിറഔനിന്റെ പട്ടാളത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഈജിപ്തിന്റെ നൈൽ നദിയുടെ തീരത്തേക്ക് എത്തുന്നു. അള്ളാഹുവിന്റെ സഹായം കൊണ്ട് യഹൂദരുടെ അടിസ്ഥാന 12 ഗോത്രങ്ങൾക്ക് നൈൽ നദിയുടെ മുകളിലൂടെ നടന്നു പോകാൻ 12 വഴികൾ വെട്ടിക്കൊടുക്കുന്നു. ആ വഴികളിലൂടെ നടന്ന് നൈൽ നദിയും കടന്ന് ഇന്നത്തെ പലസ്തീനിന്റെയും ഇസ്രായേലിന്റെയും സിറിയയുടെയും ഒക്കെ പ്രദേശങ്ങളിലേക്ക് അവർ കടക്കുന്നു. പിന്നാലെ താനാണ് ദൈവം, താനാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്, ഈ നദിയും ഈ കരയുമൊക്കെ എന്റെ നിയന്ത്രണത്തിലാണ്, ഞാൻ അല്ലാത്ത ഒരു ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും എന്റെ പ്രജകൾക്ക് അനുവാദമില്ല എന്ന് പ്രഖ്യാപിച്ച് ഇറങ്ങി വന്ന ലോകത്തെ ആദ്യത്തെ ഏകാധിപതിയായ ഫിറഔൻ കടലിൽ മുക്കി കൊല്ലപ്പെടുന്നു. ഈ ചരിത്ര സംഭവത്തിന്റെ അനുസ്മരണം എന്നോണമാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. ലോകത്ത് അങ്ങനെയാണ്. എല്ലാ ജനസമൂഹവും, എല്ലാ ഭരണകൂടവും, എല്ലാ ഭരണാധികാരികളും എത്ര വലിയ ശക്തരാണെങ്കിലും അതിനൊക്കെ ഒരു ആയുസ്സുണ്ട്. ആ ആയുസ്സിനപ്പുറത്തേക്ക് അത് കടക്കുകയില്ല. നമ്മൾ ലോകത്തിന്റെ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ ലോകത്ത് രൂപപ്പെട്ട ഭരണകൂടങ്ങളാകട്ടെ, രാജ്യങ്ങളാകട്ടെ, സംഘടനകളാകട്ടെ, പ്രസ്ഥാനങ്ങളാകട്ടെ, ഇതിന്റെയൊക്കെ ഒരു തുടക്കമുണ്ട്, ഒരു വളർച്ചയുണ്ട്. അതിനുശേഷം ഇതിന്റെ ഒരു അവസാനവുമുണ്ട്. എല്ലാ കാലത്തേക്കും ഒരു സംഘവും ഒരു സംഘടനയും ഒരു ഭരണകൂടവും ഒരു രാജ്യവും നിലനിൽക്കുകയില്ല എന്നുള്ള ചരിത്രത്തിന്റെ പ്രകൃതിയുടെ ഏറ്റവും വലിയ നിയമം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രകൃതിയിൽ ജീവനുള്ളത് എന്ന് കണക്കാക്കുന്ന വസ്തുക്കളൊക്കെ അങ്ങനെയാണ്. മനുഷ്യനാണെങ്കിലും ജനിക്കുന്നു, വളരുന്നു, അവന്റെ വളർച്ച നിൽക്കുന്ന ഒരു സമയമുണ്ട്, പിന്നീട് അതിങ്ങനെ തകരാൻ തുടങ്ങും. ചെടികളാണെങ്കിലും വിത്തിട്ടു മുളയ്ക്കുന്നു, തൈയായി, പിന്നെ അത് മരങ്ങളായി, അതിന്റെ പൊങ്ങലും വളർച്ചയും ഒക്കെ നിന്നതിന് ശേഷം അതങ്ങനെ സ്ഥായിയായി നിൽക്കുകയല്ല ചെയ്യുന്നത്, പതിയെ കേടാവാൻ തുടങ്ങും. നമ്മൾ ഉണ്ടാക്കുന്ന ബിൽഡിങ്ങുകൾ, മനുഷ്യൻ നിർമ്മിക്കുന്ന മെറ്റീരിയലുകളാണെങ്കിലും അങ്ങനെയാണ്. കുറെ കാലത്തിന് ശേഷം അത് പതിയെ ഇല്ലാതാകും. അതിന്റെ കാരണങ്ങൾ പലതായിരിക്കും. ഇതുപോലെ ആയിരിക്കും നമ്മൾ ലോകത്ത് ഉണ്ടാക്കുന്ന എല്ലാ സംഘടനകളാകട്ടെ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളാകട്ടെ, അതിന്റെ തുടക്കം, അതിന്റെ വളർച്ച, അതിന്റെ പൂർണ്ണത, ആ പൂർണ്ണതയ്ക്ക് ശേഷം പിന്നീട് ഒരു തകർച്ച ലോകത്തെ എല്ലാവരും എല്ലാത്തിനെയും കാണേണ്ടി വരും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അല്ലാഹു തആല ഈ സംഭവത്തിലൂടെ. നമ്മൾ നോക്കിയാൽ ലോകത്ത് എത്ര മഹാശക്തരായ ഭരണകൂടങ്ങൾ വന്നു. ഫിറഔന്റെ നേതൃത്വത്തിലുള്ള ഈജിപ്ഷ്യൻ ഭരണകൂടം, ഫറോവമാർ 3000 വർഷത്തോളം ലോകം ഭരിച്ചു. ഇന്നും മനുഷ്യന്റെ സംവിധാനങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത ടെക്നോളജികൾ ഉപയോഗിച്ച് പിരമിഡുകൾ തീർത്ത ഭരണകൂടങ്ങൾ
മരിച്ച് മണ്ണിനടിയിലേക്ക് കുഴിച്ചിടുന്ന സമയത്ത് കിലോ കണക്കിന് ടൺ കണക്കിന് സ്വർണങ്ങളും ആ കവറിലേക്ക് ഇട്ടിട്ട് മയ്യത്തടക്കിയിരുന്ന കോടീശ്വരന്മാരും യുദ്ധവീരന്മാരും ക്രൂരന്മാരുമായിരുന്ന ഭരണാധികാരികളെ പേറിയ 3000 വർഷം പഴക്കമുള്ള ഈജിപ്ഷ്യൻ ഭരണകൂടത്തിന്റെ അവശിഷ്ടങ്ങൾ പോലും ഇന്ന് ലോകത്ത് ശേഷിക്കുന്നില്ല. അതിനുശേഷം ബാബിലോൺ ഇറാഖ് ആസ്ഥാനമായി സമുറാബിയുടെ കോഡ് അടക്കം എഴുതപ്പെടുന്ന ലോകത്ത് ആദ്യമായ എഴുതപ്പെട്ട നിയമവ്യവസ്ഥിതികൾ ഉണ്ടായിരുന്ന 1000 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന ബാബിലോണിയൻ സാമ്രാജ്യം ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി. അതിനുശേഷം അസീറിയൻ സാമ്രാജ്യം ലോകത്താദ്യമായി യുദ്ധ ആയുധങ്ങളായി ഇരുമ്പുകൾ ഉപയോഗിച്ച് തുടങ്ങിയ മാരകമായ സൈനിക പരിശീലനത്തോടുകൂടിയുള്ള സൈനികരെ ഉപയോഗിച്ച് യുദ്ധം ചെയ്യുകയും ജനങ്ങളെ അടിച്ചമർത്തുകയും ചെയ്തിരുന്ന 300 വർഷത്തോളം നീണ്ടു നിന്നിരുന്ന അസീറിയൻ ഭരണകൂടം. അതിനുശേഷം BC-യിൽ തന്നെ നമ്മളൊക്കെ ചരിത്രത്തിൽ പഠിച്ചിട്ടുള്ള എത്രയോ ഭരണകൂടം. ഇന്നത്തെ ഗ്രീസിലെ ഏതൻസ് മുതൽ ഇന്ത്യ വരെ നീണ്ടു നിന്നിരുന്ന പ്രദേശങ്ങൾ മുഴുവൻ കീഴടക്കിയ സൈറസ് രണ്ടാമന്റെ നേതൃത്വത്തിലുള്ള പേർഷ്യൻ ഭരണകൂടം. അതുപോലെ ഗ്രീസിലെ ഏതൻസ് തലസ്ഥാനമായി ഭരിച്ചിരുന്ന ഗ്രീക്ക് അലക്സാണ്ടർ ദി ഗ്രേറ്റിന്റെ നേതൃത്വത്തിലുള്ള ഗ്രീക്ക് ഭരണകൂടം. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായിരുന്നു ഒരു കാലത്ത്. ഇന്ന് ഗ്രീക്കിന്റെയും ഏതൻസിന്റെയും പേര് പോലും വാർത്തയിലും ചരിത്രത്തിലും കേൾക്കാനില്ലാത്ത രീതിയിൽ അസ്തമിച്ചുപോയി. അതിനുശേഷം വന്ന റോമൻ ഭരണകൂടം, ഇന്ന് റോം കേന്ദ്രമായി ഭരിച്ചിരുന്ന റോമൻ ഭരണകൂടം ലോകത്ത് തങ്ങളല്ല എന്ന് തോന്നുന്ന എല്ലാ ജനതയെയും ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയ റോമൻ ഭരണകൂടം ഇന്ന് ആ റോം ചരിത്രത്തിലോ രാഷ്ട്രീയത്തിലോ ഒരു ശക്തിയുമില്ലാത്ത ഒരു പ്രദേശം മാത്രമായി മാറി. വീണ്ടും പേർഷ്യൻ ഭരണകൂടം, അതിനുശേഷം വന്ന ഇസ്ലാമിക ഭരണകൂടം, മദീന കേന്ദ്രമായി മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വിശാലമായ പിന്നീട് അമവികൾ ഭരിച്ച ഇസ്ലാമിക ഭരണകൂടം ഇന്ന് ചരിത്രത്തിൽ പേര് പോലും പറയാനില്ലാത്ത രീതിയിൽ അസ്തമിച്ചു പോയി. അതിനുശേഷം വന്ന അബ്ബാസി ഭരണകൂടം, അതിനുശേഷം വന്ന ഒട്ടോമൻ തുർക്കി ഭരണകൂടം, 900 വർഷത്തോളം ലോകത്തെ ഏറ്റവും വലിയ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഭരണകൂടങ്ങൾ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ അതിന്റെ വളർച്ചയുടെ പൂർണ്ണത കഴിഞ്ഞ് പിന്നീട് അസ്തമിച്ചു എന്ന ചരിത്രം അല്ലാഹു തആല ഈ നോമ്പിലൂടെ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ലോകത്ത് നമ്മളുടെ ഈ 18-19 നൂറ്റാണ്ട് മുതൽ വന്ന ഏകാധിപതികൾ, ഹിറ്റ്ലർ ആകട്ടെ മുസോളിനി ആകട്ടെ, ഇവരൊക്കെ ചരിത്രത്തിൽ പേര് പോലും ഓർക്കാത്ത രീതിയിൽ, അല്ലെങ്കിൽ വെറുപ്പോടെയും അറപ്പോടെയും മാത്രം മനുഷ്യൻ ഓർക്കുന്ന രീതിയിൽ ഇന്ന് ലോക ചരിത്രത്തിൽ നിന്ന് അസ്തമിച്ചു പോകുന്ന കാഴ്ച അല്ലാഹു തആല ഫിറഔനിന്റെ സംഭവത്തിന്റെ പിന്നാലെ ഈ നോമ്പ് പിടിക്കാൻ നമ്മളോട് പറഞ്ഞ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം ലോകത്ത് വന്ന മഹാഭരണകൂടം, 200 വർഷത്തോളം ലോകം മുഴുവൻ നിയന്ത്രിച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം. ഇന്ന് ബ്രിട്ടൻ ഒന്നുമല്ല. 1500കളിൽ അമേരിക്കൻ ഐക്യനാടുകളിലേക്ക് കടന്നു കയറി ലോക ചരിത്രത്തിൽ ഏറ്റവും ക്രൂരമായി തദ്ദേശീയരായ അമേരിക്കക്കാരെ മുഴുവൻ കൊന്നുകളഞ്ഞ് അമേരിക്ക പോലും കോളനിയാക്കി വെച്ചിരുന്ന ബ്രിട്ടീഷ് ഭരണകൂടം ഇന്ന് ആ ബ്രിട്ടൻ ഒന്നുമല്ലാതായി മാറി ലോകശക്തികളുടെ കൂട്ടത്തിൽ. അതിനുശേഷം കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട ലോകത്തെ ഏറ്റവും വലിയ രാജ്യം സോവിയറ്റ് യൂണിയൻ, ഏതാണ്ട് ഭൂമിയുടെ 1/6 പ്രദേശം കൈവശം വെച്ചിരുന്ന രാജ്യം, ലോകത്തെ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള രാജ്യം, ഭൂമിയിൽ മാത്രമല്ല ആകാശത്തിലും സ്വാധീനമുറപ്പിച്ച രാജ്യം, ലോകത്താദ്യമായി 1951 ബഹിരാകാശത്തേക്ക് പേടകം അയക്കുന്നു. ബഹിരാകാശവും കീഴ്പ്പെടുത്തി, ഭൂമിയും കരയും ഒക്കെ കീഴ്പ്പെടുത്തി ലോകത്തിന്റെ ഭൂമിയുടെ 1/6 പ്രദേശം കൈവശം വെച്ചിരുന്ന അമേരിക്കയും പിന്നീട് അതിനുശേഷം 12 രാജ്യങ്ങളെ ചേർത്ത് നാറ്റോ ഉണ്ടാക്കിയിട്ട് പോലും തകർക്കാനോ കീഴ്പ്പെടുത്താനോ സാധിക്കാത്ത അത്ര വലിയ സൈനിക ശക്തി ഉണ്ടായിരുന്ന സോവിയറ്റ് യൂണിയൻ 1922 സ്ഥാപിതമായി. പക്ഷേ 1991 ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ അങ്ങനെ ഒരു രാജ്യം തന്നെ ഇല്ലാത്ത രീതിയിൽ അസ്തമിച്ചു പോയി. 1980 ഹെരേരി എന്ന് പറയുന്ന ഒരു ഫ്രഞ്ച് മാധ്യമ പ്രവർത്തക, അദ്ദേഹം അവരൊരു പുസ്തകം എഴുതി, ദ ഡിക്ലൈൻ ഓഫ് ആൻ എംപയർ. സോവിയറ്റ് യൂണിയന്റെ തകർച്ചയെ പ്രവചിച്ചുകൊണ്ട് 11 വർഷം മുമ്പ് 1980 ജനുവരി 1 പുസ്തകം എഴുതി. അന്ന് ഈ പുസ്തകത്തെ ലോകത്ത് മുഴുവൻ വിമർശിച്ചു. സോവിയറ്റ് യൂണിയൻ തകരുക എന്ന് പറഞ്ഞാൽ മനുഷ്യൻ തിരിച്ച് കുരങ്ങിലേക്ക് പോവുക എന്നതുപോലെ അസാധ്യമാണെന്ന് ആളുകൾ പറയുകയും ചിന്തിക്കുകയും ചെയ്തിരുന്ന തരത്തിൽ വളർന്നിരുന്ന ഒരു രാജ്യം ഒരു സുപ്രഭാതത്തിൽ എഴുന്നേൽക്കുമ്പോൾ ആ രാജ്യത്തിന്റെ ശേഷിപ്പ് പോലും ഇല്ലാത്ത രീതിയിൽ പെരസ്ട്രോയിക്ക പ്രഖ്യാപിച്ച് രാജ്യം പിരിച്ചുവിടുന്നു. ഇങ്ങനെ ലോക ചരിത്രത്തിൽ എല്ലാ ശക്തികളും എല്ലാ സംഘങ്ങളും
എല്ലാ ഭരണകൂടങ്ങളും എല്ലാ സംഘടനകളും, അത് മതസംഘടനകളാകട്ടെ രാഷ്ട്രീയ സംഘടനകളാകട്ടെ, അതിന്റെ വളർച്ചയും പിന്നെ അതിന്റെ പൂർണ്ണതയും അതിന്റെ വലിയ വിശാലമായ സ്വാധീനവും ഒക്കെ കഴിഞ്ഞ് പിന്നീട് അതിനൊരു തകർച്ചയുടെ തിരിച്ചിറങ്ങലിന്റെ കാലമുണ്ടായിരിക്കുമെന്ന പ്രകൃതിയുടെ നിയമത്തെ അല്ലാഹു തആല ഫിറഔനിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിനുവേണ്ടിയാണ് ഫിറഔനെ തകർത്ത് മൂസാ നബി അലൈഹിസ്സലാമിന്റെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനതയെ രക്ഷിച്ചതിന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നമ്മളോട് നോമ്പ് പിടിക്കാൻ പറഞ്ഞത്. ഫിറഔൻ ലോകത്തെ ഏറ്റവും വലിയ അക്രമിയായിരുന്നു. ഇന്ന ഫിറഔന അലാ ഫിൽ അർദ്, ഖുർആൻ പറയുകയാണ് ഫിറഔൻ ലോകത്ത് അക്രമം കാണിച്ചു. വജഅല അഹ്ലഹാ ശിയഅൻ, വജഅല അഹ്ലഹാ ശിയഅൻ, ജനങ്ങളെ രണ്ട് തട്ടാക്കി. യസ്തദ്ഇഫു ത്വാഇഫതൻ മിൻഹും യുദബ്ബിഹു അബ്നാഅഹും വയസ്തഹ്യൂന നിസാഅഹും, ജനങ്ങളെ ഭൂരിപക്ഷം ന്യൂനപക്ഷം എന്ന് കാറ്റഗറൈസ് ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു പക്ഷത്തെ പിന്തുണച്ചുകൊണ്ട് മറുപക്ഷത്തെ എന്നും അടിമകളും പീഡിപ്പിക്കപ്പെടാൻ അർഹതപ്പെട്ടവരുമാക്കി നിശ്ചയിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ സകല ക്രൂരതകളും അവരോട് കാണിച്ച് തനിക്ക് ലഭിച്ച അധികാരത്തിലും തനിക്ക് ലഭിച്ച സൗകര്യങ്ങളിലും മതിമറന്ന് ജീവിച്ചിരുന്ന ഫിറഔൻ എന്ന് അല്ലാഹു തആല പറയുകയാണ്. ഫിറഔൻ എന്ന പ്രയോഗം തന്നെ പരിശുദ്ധ ഖുർആനിന്റെ ഏറ്റവും സൂക്ഷ്മമായ ദൈവിക പരിപൂർണതയുടെ തെളിവാണ്. ഫിറഔൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ഈജിപ്റ്റ് ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്ക് ഉപയോഗിക്കുന്ന പേരാണ്. ഈജിപ്റ്റോളജി എന്ന് പറയുന്ന പഴയ ഈജിപ്ഷ്യൻ ലിപികളെ വായിക്കുന്ന ഒരു ശാസ്ത്ര രൂപം തന്നെ 1900 ശേഷമാണ് രൂപപ്പെട്ടു വരുന്നത്. ഫിറഔനിന്റെ കഥ ഖുർആൻ പറയുന്നത് പോലെ തന്നെ ബൈബിളും പറയുന്നുണ്ട്. ഇത് ബൈബിളിൽ നിന്ന് കോപ്പി അടിച്ചതാണ് എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. അള്ളാഹുവിന്റെ റസൂൽ ആമിനയുടെ മകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നേരെ അങ്ങനെ ഒരു ആരോപണം പറയാതിരിക്കുന്നതിന് വേണ്ടിയാണ് ജീവിതത്തിൽ എഴുത്തും വായനയും പഠിച്ചിട്ടില്ലാത്ത, അറബി എന്നല്ല മറ്റൊരു ഭാഷ പോലും വായിച്ച് പഠിച്ചിട്ടില്ലാത്ത ഒരു പ്രവാചകന്റെ നാവ് കൊണ്ട് അല്ലാഹു തആല ഈ ചരിത്രങ്ങളും ഈ സത്യങ്ങളും ഒക്കെ പറയിപ്പിച്ചത്. ബൈബിളിൽ പുരാതന കാലം മുതൽ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ കാലം മുതൽ ആ പ്രദേശം ഭരിച്ചിരുന്ന ഭരണാധികാരികൾക്കൊക്കെ ഫറോവ എന്ന പേരാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഖുർആൻ ഇബ്രാഹിം അലൈഹിസ്സലാം ജീവിച്ചിരുന്ന കാലത്തെ ഭരണാധികാരികൾക്ക് നമ്രൂദ് എന്ന പ്രയോഗമാണ് നടത്തിയത്. ഈജിപ്റ്റോളജി 1900 ശേഷം മാത്രം വികസിപ്പിക്കപ്പെടുകയും പുരാതന കാലത്ത് ഈജിപ്തുകാർ മമ്മികളിലും മറ്റു ഓലകളിലും ഒക്കെ എഴുതി വെച്ചിരുന്ന ലിപികൾ ട്രാൻസ്ലേറ്റ് ചെയ്യുകയും അത് വായിക്കുകയും ചെയ്തു. മൂസാ നബി അലൈഹിസ്സലാമിന്റെ കൃത്യമായി ഖുർആൻ ഫിറഔൻ എന്ന് പ്രയോഗിച്ച ആ കാലം മുതലാണ് ഈജിപ്തിന്റെ ഭരണാധികാരികൾക്ക് ഫറോവ എന്ന നാമം ഉപയോഗിച്ചത് എന്ന് 1900 ശേഷം കണ്ടുപിടിച്ചു. ഈ 2017 ഇപ്പോഴും നമ്മൾ ഇന്റർനെറ്റിൽ പോയി കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂമി തുറന്ന് ഗവേഷണം ഇപ്പോഴും നടക്കുന്നത് ഈജിപ്തിലാണ്. പിരമിഡുകളിൽ നിന്ന് കിട്ടുന്ന പല ഓലകളും ഈ അടുത്ത സമയത്ത് ഇപ്പോഴും വായിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, വായിക്കുകയാണ്. 2017 വായിച്ച മനുഷ്യൻ മനസ്സിലാക്കിയ അന്നത്തെ ഫറോവയുടെ മുമ്പിൽ കൊട്ടാരത്തിലെ കവികൾ വന്നിരുന്ന് പാടിയിരുന്ന ചില വരികൾ കാണാൻ സാധിക്കും. ഫറോവ, നിങ്ങൾ ദൈവമാണ്. ഫറോവ, നിങ്ങളാണ് ഞങ്ങളുടെ രക്ഷകർത്താവ്. നിങ്ങൾ മരിച്ചാൽ ഉറപ്പായും ഈ ആകാശവും ഭൂമിയും ഒക്കെ കരയും. ഈ ലോകം തന്നെ സ്തംഭിച്ചു പോകും. ഈ ലോകം തന്നെ ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ സ്തംഭിച്ചു പോകും. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും മരിക്കുകയില്ല എന്ന് ഫറോവയെ റാംസിസ് രണ്ടാമനെ പ്രകീർത്തിച്ചുകൊണ്ട് അന്നത്തെ കൊട്ടാരത്തിലെ കവികൾ പാടിയിരുന്ന വരികൾ, എഴുതപ്പെട്ട ഓലകൾ 2017 ശേഷം മാത്രം അതിൽ ഗവേഷണം നടത്തുന്ന ശാസ്ത്ര സമൂഹം വായിച്ചെടുത്ത ഓലകൾ കാണാൻ സാധിക്കും. അല്ലാഹു തആല ഇതിനെ മുഴുവൻ തകർത്തെറിഞ്ഞതിന് ശേഷം നമ്മളോട് പറഞ്ഞു, തം തറകൂ മിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. ഈ ഫറോവയും സംഘവും സകല അക്രമങ്ങൾക്കും അവസാനം സംഭവിച്ച് ഈ നൈൽ നദിയിൽ മുങ്ങി മരണപ്പെട്ടതിന് ശേഷം അവർ ഈ ഭൂമുഖത്ത് അവശേഷിപ്പിച്ച് ബാക്കിയാക്കി പോയ എത്രയെത്ര കൊട്ടാരങ്ങൾ, എത്രയെത്ര തോട്ടങ്ങൾ, എത്രയെത്ര അരുവികൾ, എത്രയെത്ര വിഭവങ്ങൾ എന്ന് അല്ലാഹു തആല എടുത്തു പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, കദാലിക വഔറഫ്നാഹ ഖൗമൻ ആഖരീൻ. അവര് പോയി, കാലം കഴിഞ്ഞു, ശക്തിയെല്ലാം ക്ഷയിച്ചു, ഭൂമുഖത്ത് നിന്ന് തന്നെ ഇല്ലാതായി പോയി. നാം അതുപോലെ തന്നെ മറ്റൊരു ജനതയെ ഇതിന്റെ മുഴുവൻ അവകാശികളാക്കി മാറ്റി. ഫമാ ബക്കത് അലൈഹിമുസ് സമാഉ വൽ അർദ്. ആകാശവും ഭൂമിയും ഫറോവയുടെ മരണത്തിന്റെ പേരിൽ കരഞ്ഞില്ല. വമാ കാനൂ മുൻദരീൻ. ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് നിനച്ചു നിന്നതുമില്ല ആകാശവും ഭൂമിയും.
3000 വർഷങ്ങൾക്ക് മുമ്പ് തന്റെ ആസ്ഥാനത്ത് വന്നിരുന്ന് തന്നെ പുകഴ്ത്തി കൊട്ടാര കവികൾ പാടിയ അതേ വാചകം തന്നെ അല്ലാഹു തആല ഫിറഔനിന്റെ മരണത്തിന് ശേഷം ആമിനയുടെ മകനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് നമ്മളോട് പറയിപ്പിക്കുകയാണ്. കൃത്യമായ ധാരണയോടുകൂടി ദൈവികമായ സൂക്ഷ്മ പ്രയോഗങ്ങൾ പോലും ശ്രദ്ധിച്ചുകൊണ്ട് അല്ലാഹു തആല ഫിറഔനിന്റെ ചരിത്രം നമ്മളോട് പറഞ്ഞു വെക്കുകയാണ്. ഓർക്കുന്നതിന് വേണ്ടി ശക്തി, അധികാരം എല്ലാ കാലത്തും ഒരേ വിഭാഗത്തിന്റെ കയ്യിൽ അല്ലാഹു തആല നിലനിർത്തി തരികയില്ല. അത് നല്ലവരായാലും ചീത്തയായാലും, നല്ലവരാണെങ്കിലും ചീത്ത ആളുകളാണെങ്കിലും. ലോകത്ത് വന്ന എല്ലാ മതങ്ങളും, മൗര്യ സാമ്രാജ്യം ഇന്ത്യയിൽ ഭരിച്ചിരുന്ന ഒരു മഹാസാമ്രാജ്യമായിരുന്നു. ഇന്ന് അതിന്റെ അവശേഷിപ്പുകൾ പോലുമില്ല. അശോകൻ ഇന്ത്യ ഭരിച്ചിരുന്നു. ഇന്ത്യയിൽ ആ സമയത്ത് പ്രചരിച്ചിരുന്ന, ഇന്ത്യ മുഴുവൻ നീണ്ടു നിന്നിരുന്ന ബുദ്ധമതം ഇന്ന് അതിന്റെ ചിഹ്നങ്ങൾ പോലും ഇല്ലാത്ത തരത്തിൽ ഇസ്ലാമിക ഭരണകൂടങ്ങൾ മുഴുവൻ ലോകത്ത് എത്രയോ കാലം ഭരിച്ചിരുന്നു. അതിന്റെ നഗരങ്ങളും അതിന്റെ അവശേഷിപ്പുകളും ഒക്കെ ഇല്ലാതാകുന്ന രീതിയിൽ ലോകത്തടുത്ത ശക്തികൾ, അടുത്ത ഭരണകൂടം വന്നു. ഇന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള അമേരിക്കയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ ശക്തി എന്ന് ലോകം ഇന്ന് മനസ്സിലാക്കുന്നത്, വിശ്വസിക്കുന്നത്. അതും എല്ലാ കാലഘട്ടത്തിലേക്കും നിലനിൽക്കുകയില്ല എന്നുള്ളതാണ് ലോകം, ഈ ഭൂമി ഇതിന്റെ ആരംഭം മുതലുള്ള ചരിത്രത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഫിറഔനിന്റെ ഈ കഥ പറഞ്ഞതുപോലെ ഖുർആൻ അതിന്റെ ദൈവീകത നിലനിർത്തുന്നതിന് വേണ്ടി തന്നെ അതിസൂക്ഷ്മമായ പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളോട് സംസാരിക്കുന്നത്. കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നമ്മളുടെ നാട്ടിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയം ഈ സ്കൂൾ കുട്ടികളുടെ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട ചർച്ചാ വിഷയമാണ്. ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇന്ത്യയിൽ അതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട വലിയ വലിയ വിഷയങ്ങൾ കഴിഞ്ഞ 3-4 ദിവസത്തിന്റെ ഇടയിൽ നടന്നു. പക്ഷേ ഇസ്ലാമിനെ പിച്ചി ചീന്താൻ വീണ് കിട്ടിയ ഒരു അവസരം എന്ന നിലയിൽ നമ്മളുടെ മീഡിയക്കാർക്ക് അതിനെക്കുറിച്ച് യാതൊരു ചിന്തയില്ല. ഇന്ന് ബീഹാറില് ഏതാണ്ട് 4 കോടിയോളം വരുന്ന മനുഷ്യരുടെ വോട്ടവകാശം ഇല്ലാതാക്കി കളയുന്ന നടപടിയുമായി കേന്ദ്ര സർക്കാരും ഇന്ന് കേന്ദ്ര സർക്കാരിന്റെ ഏജന്റായിട്ട് പ്രവർത്തിക്കുന്ന ഇലക്ഷൻ കമ്മീഷനും വികൃതിയായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെക്കുറിച്ച് ഒരു ചർച്ചയുമില്ല. ഒരു വാർത്ത പോലും നമ്മളുടെ മാധ്യമങ്ങളിൽ, ഒരു കോളം പോലും കാണാനില്ലാത്ത രീതിയിൽ ഇന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവൻ നിലനിർത്താനുള്ള പ്രശ്നമായി സൂംബ ഡാൻസ് ഇവിടെ ചർച്ച ചെയ്യുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറിന്റെ വലിയ ഒരു പരാതി, ഇങ്ങനൊരു ഡാൻസ് ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ വിപ്ലവം ഉണ്ടാക്കേണ്ട ഒരു പരാതി എയറിൽ കിടക്കുന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ ബിൽഡിംഗ് തകർന്നു വീഴുന്നു. പക്ഷേ എല്ലാവർക്കും താല്പര്യവും ചർച്ച ചെയ്യേണ്ട പ്രധാനപ്പെട്ട വിഷയവും സ്കൂളിൽ സൂംബ ഡാൻസ് വേണോ വേണ്ടയോ എന്നുള്ളതാണ്. ഇതില് യാതൊരു ആലോചനയും ഇല്ലാതെ ഗവൺമെന്റ് ഇങ്ങനൊരു നിയമം കൊണ്ടുവന്നു എന്നൊരു ഭാഗം. എന്നാൽ തിരിച്ച് അതിനെ എതിർക്കുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യമാണ്, മതേതരത്വ രാജ്യമാണ്. ഇവിടെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വിശ്വാസം പിന്തുടരാനും വിശ്വസിക്കാനും മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ഏത് സ്ഥലത്തും പ്രാക്ടീസ് ചെയ്യാനുമുള്ള എല്ലാ അവകാശവും ഭരണഘടന നമുക്ക് നൽകുന്നുണ്ട്. എന്നാൽ നമ്മളുടെ നാട്ടിൽ എല്ലാ സർക്കാരുകളും, കേരളം ഭരിച്ചിരുന്ന എല്ലാ സർക്കാരുകളും അവർ കൊണ്ടുവരുന്ന ഏതെങ്കിലും പദ്ധതിക്ക് നേരെ ഏതെങ്കിലും ജനവിഭാഗം വിമർശനങ്ങൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ വിമർശനങ്ങളെ മാന്യമായി കേൾക്കാനും അതിനെ ആവശ്യമുള്ളതാണെങ്കിൽ അതിൽ തിരുത്തൽ വരുത്താനും തയ്യാറാകും എന്നുള്ളതാണ് നമ്മളുടെ കേരളത്തിന്റെ പാരമ്പര്യം. പക്ഷെ വിമർശിക്കുന്നതിന്റെ ഒരു മാന്യതയും ഒരു പരിധിയും ഉണ്ട്. ഒരു സംവിധാനത്തെ വിമർശിക്കുന്ന സമയത്ത് കുറഞ്ഞപക്ഷം അതെന്താണെന്നുള്ള ബോധ്യമുണ്ടായിരിക്കണം. 2, നമ്മളുടെ വൈകാരികമായ വികാരങ്ങൾ ഒരു കാര്യത്തെ വിമർശിക്കുമ്പോഴോ ഒരു സമൂഹത്തോട് സംസാരിക്കുമ്പോഴോ നമ്മളുടെ വൈകാരികതകൾ ആ സംസാരത്തെ ബാധിക്കുക എന്നുള്ളത് വലിയ അപകടം ചെയ്യും. എനിക്ക് വ്യക്തിപരമായി എന്തെങ്കിലുമൊക്കെ വൈകാരിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഒരു സമൂഹത്തോട് സംസാരിക്കുന്ന സമയത്ത് എന്റെ സംസാരത്തിൽ ആ വൈകാരികത കടന്നു വന്നാൽ അതെല്ലാവർക്കും അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ല. നമ്മളുടെ തലച്ചോറ് തന്നെ 2 ഭാഗമാണ്, വൈകാരിക മസ്തിഷ്കവും കോഗ്നിറ്റീവ് മസ്തിഷ്കവും. ഇതിൽ വൈകാരിക അവസ്ഥയിലാണെങ്കിൽ നമ്മളുടെ യഥാർത്ഥ യുക്തിയെ അത് മറികടക്കുകയും കൃത്യമായ തീരുമാനം നമുക്ക് എടുക്കാൻ പറ്റാതിരിക്കുകയും ചെയ്യും. കേരളത്തിൽ പല സംഘടനകളും RSS അതിനെ വിമർശിച്ചു. മുൻ കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം അതിനെ വിമർശിച്ചു. പല ഇസ്ലാമിക സംഘടനകളും അതിനെ വിമർശിച്ചു. പക്ഷെ ഈ വിമർശനത്തിന് വേണ്ടി ഉപയോഗിച്ച ഭാഷയും വാക്കുകളും ഒക്കെ കടുത്തുപോയി എന്ന് മാത്രമല്ല,
സ്ത്രീ സമൂഹത്തെ പൂർണ്ണമായി അടിച്ചമർത്തുന്ന നിലപാടാണ് മുസ്ലിമീങ്ങളുടേത് എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ സർക്കാരിനെ വിമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തിരിച്ച് അതേ ഭാഷയിൽ തന്നെ സർക്കാരും അതിനെ വിമർശിച്ചു. രണ്ടുപേരും ഇത് വിട്ടു. ഇത് ഉന്നയിച്ച സംഘങ്ങളും അവർക്കും ഇതിൽ കിട്ടേണ്ട കൃത്യമായ നിർദ്ദേശങ്ങൾ കിട്ടി. സർക്കാരും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. കൃത്യമായ നിലപാട് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും എടുത്തു. ഈ പ്രശ്നം കഴിഞ്ഞു. പക്ഷേ 3-4 ദിവസം ഇത് കഴിഞ്ഞതിന് ശേഷവും ഏതൊരു ലഹരിക്ക് എതിരെയാണോ ഇങ്ങനൊരു പദ്ധതി ആവിഷ്കരിച്ചത് അതിനേക്കാൾ മാരകമായ വിഷമായ ഇന്നത്തെ മീഡിയകൾ അതിനെ എടുത്തിട്ട് ആഘോഷിക്കുന്നു എന്ന് മാത്രമല്ല, പറഞ്ഞ് കേരളത്തിൽ നടക്കുന്ന ഒരു സൂംബ ഡാൻസിന്റെ ചർച്ച നേരെ അഫ്ഗാനിസ്ഥാൻ, അത് ഭരിക്കുന്ന താലിബാൻ, പിന്നെ ഇറാഖ്, അത് ഭരിക്കുന്ന ഭരണകൂടം, പിന്നെ ഇറാന്, പിന്നെ അങ്ങനെ കറങ്ങി മുഹമ്മദ് നബി, ഖുർആന് 6-ാം നൂറ്റാണ്ട്. 6-ാം നൂറ്റാണ്ടല്ല 7-ാം നൂറ്റാണ്ടാണ് ഒന്നാമത്തെ വിഷയം. കഴിഞ്ഞ ദിവസം ചാനലിൽ വന്നിരുന്ന് ഒരു ഡോക്ടറായ വ്യക്തി സർക്കാരിന്റെ പ്രതിനിധിയായി വന്നിരുന്നിട്ട് പറഞ്ഞു, മദ്രസകളിൽ പഠിപ്പിക്കുന്നത് ഭൂമി പരന്നാണെന്നാണ്, ശാസ്ത്രം പഠിപ്പിക്കുന്നത് ഉരുണ്ടതാണ് എന്നാണ്. ഏത് പഠിപ്പിക്കണം? ഇന്ന് കേരളത്തിൽ ജീവിച്ചിരിക്കുന്ന പ്രായമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ മദ്രസയിൽ ഭൂമി പരന്നതാണെന്ന് പഠിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാല് നമ്മൾ ഈ മദ്രസ തന്നെ നിർത്താം. 2, ഭൂമി ഉരുണ്ടതാണ് എന്ന് ലോകത്ത് ഗലീലിയോ തെളിയിക്കുന്നതിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ മുസ്ലിം സമൂഹത്തിന്റെ പണ്ഡിതന്മാരുടെ ഐക്യകണ്ഠേന അഭിപ്രായമായിരുന്നു ഭൂമി പന്തിന്റെ രൂപത്തിലാണ് എന്നുള്ളത്. അള്ളാഹു തന്നെ പറഞ്ഞു സൂറത്തു സുമർ, ഖലഖസ് സമാവാതി വൽ അർള ബിൽ ഹഖ്, യാഥാർത്ഥ്യത്തിൽ അള്ളാഹുവാണ് ആകാശഭൂമികളെ സൃഷ്ടിച്ചത്. യുകവ്വിറുൽ ലൈല അലൻ നഹാരി വ യുകവ്വിറുൻ നഹാറ അലൽ ലൈൽ. കവ്വറ എന്ന് പറഞ്ഞാൽ ഒരു സർക്കിളിന്റെ ചുറ്റും ഇങ്ങനെ കറക്കുന്നതിനാണ് കവ്വറ എന്ന് പറയുന്നത്. രാത്രിയെയും പകലിനെയും ആ ഗോളത്തിന് ചുറ്റും അള്ളാഹു കറക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഖുർആനിന്റെ ആയത്ത് പഠിച്ച അതിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിം ലോകത്ത് നമസ്കാര സമയം, ഖിബില, അതിനു വേണ്ടിയുള്ള ലാറ്റിറ്റ്യൂഡ് ലോഞ്ചിറ്റ്യൂഡുകൾ നിശ്ചയിക്കുന്നതിന് വേണ്ടി മുസ്ലിം പണ്ഡിതന്മാർ ഐക്യകണ്ഠേന തീരുമാനിച്ച ഒരു വിഷയമാണ് ഭൂമി ഉരുണ്ടതാണെന്ന്. ഗലീലിയോ മരിച്ചിട്ട് 300-400 വർഷമായിട്ടുള്ളൂ. അതും ഇൻക്വിസിഷൻ നടപടികൾ നേരിട്ടിട്ടാണ് ഗലീലിയോ കൊല്ലപ്പെട്ടത്. അതിന്റെ കാരണങ്ങളൊക്കെ നിങ്ങൾക്ക് എന്നെക്കാൾ നല്ലതുപോലെ അറിയാം. എന്നിട്ടും വന്നിരുന്ന് പറയുന്നു മദ്രസകളിൽ ഇതാണ് പഠിപ്പിക്കുന്നത് എന്ന്. ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ്? അല്ലാഹു തആല ഖുർആനിൽ മനുഷ്യന് നൽകിയ അനുഗ്രഹങ്ങളെ കുറിച്ച് പറയുകയാണ്. നമ്മൾ സാധാരണ പറയും വിശാലമായി കിടക്കുന്ന ലോകം നിങ്ങളുടെ മുമ്പിലുണ്ട്, പിന്നെ എന്തിനാണ് ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്? നമ്മൾ ഈ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ഉപദേശം കൊടുക്കുന്നതിന് വേണ്ടി വലിയ ആളുകളെ കൊണ്ടുവന്നാൽ അവർ പറയും, വിദ്യാർത്ഥികളെ, നിങ്ങളുടെ മുമ്പിൽ ഇനി ഭൂമി ഇങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിന്റെ അർത്ഥം ഈ പ്രൊഫസർ വിചാരിച്ചിരിക്കുന്നത് ഉരുണ്ടതല്ല, പരന്ന ഭൂമിയാണ് എന്നല്ല. സന്ദർഭത്തിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കണം. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട മുഴുവൻ ചർച്ചകളും നടക്കുന്നത്. സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിന്റെ സത്യാർത്ഥ പ്രകാശം എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹം പറയുന്നു, പദങ്ങൾ ഉത്ഭവിക്കുന്നതും അത് മനസ്സിലാക്കേണ്ടതും സന്ദർഭത്തിന്റെ അടിസ്ഥാനത്തിലാണ്. എന്നിട്ട് അദ്ദേഹം ഒരു ഉദാഹരണം പറയുന്നുണ്ട്. സൈന്ധവം കൊണ്ടുവാ എന്ന് രാജാവ് തന്റെ വൃത്യനോട് പറയുന്നു. സൈന്ധവം എന്ന വാക്കിന് 2 അർത്ഥമുണ്ട്. ഒന്ന് ഉപ്പെന്നും മറ്റൊന്ന് കുതിര എന്നും. എങ്ങനെ ഇത് തിരിച്ചറിയും? ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് സൈന്ധവം ആനയ എന്ന് പറയുന്നതെങ്കിൽ ഉപ്പാണ് കൊണ്ടുവരേണ്ടത്. യാത്രയ്ക്കൊരുങ്ങി നിൽക്കുമ്പോഴാണ് സൈന്ധവം ആനയ എന്ന് പറയുന്നതെങ്കിൽ കുതിരയാണ് കൊണ്ടുവരേണ്ടത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, മണ്ടനായ ഭൃത്യൻ ചിലപ്പോ രാജാവ് യാത്രയ്ക്കൊരുങ്ങി നിൽക്കുമ്പോ സൈന്ധവം ആനയ എന്ന് പറഞ്ഞാൽ ഉപ്പ് കൊണ്ടുവരും, ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ചിലപ്പോൾ കുതിരയെ കൊണ്ടുവരും. അത് അയാൾ മണ്ടനായതിന്റെ പ്രശ്നമാണ്. പക്ഷെ ഇന്നത്തെ മീഡിയ ഉപയോഗിക്കുന്ന ഈ ടെക്നിക്കിനെ കുറിച്ച് ഒന്നുകൂടി നമ്മൾ കടത്തി പറഞ്ഞാൽ, അതിബുദ്ധിമാനായ വൃത്യൻ ചിലപ്പോൾ രാജാവിനെ നാണം കെടുത്തുന്നതിന് വേണ്ടി അർത്ഥം മാറ്റി ഉപയോഗിച്ച് യാത്രയ്ക്ക് ഒരുങ്ങി നിൽക്കുമ്പോൾ ഉപ്പ് കൊണ്ടുവരും. അങ്ങനത്തെ പണിയാണ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ തുടങ്ങി ഇസ്ലാമിന്റെ മേൽ കുതിര കയറുന്ന പ്രശ്നം. ഇവിടെ ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇതൊരു ജനാധിപത്യ രാജ്യമാണ്, ഒരു പൊതുവിദ്യാഭ്യാസ സംവിധാനമാണ്. അവിടെ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ ഇന്നത്തെ ബഹുമാന്യനായ മുഖ്യമന്ത്രി പണ്ട് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സമയത്ത് ബ്ലാക്ക് ബോർഡ് മാറ്റി പച്ച ബോർഡ് ഒരു ദിവസം രാവിലെ ആക്കിയപ്പോൾ അതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് പോലെ മാറ്റുന്നത് പ്രശ്നമല്ല, പക്ഷെ അത് കൃത്യമായി വിദ്യാഭ്യാസ വിദഗ്ധന്മാരുമായി ആലോചിച്ചിട്ട് വേണം, അല്ലെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങൾ ഉണ്ട് എന്ന് തോന്നുമെന്ന് പറഞ്ഞതുപോലെ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ അത് അവരവരുടെ ഇഷ്ടമാണ്. ഒരു പദ്ധതി നടപ്പിലാക്കുമ്പോൾ അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സുമായി ആലോചിക്കണം. ആലോചിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കൂടെ കേട്ടതിന് ശേഷം തീരുമാനിക്കണമെന്ന് പറഞ്ഞു തീർത്തു. നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം, ഇന്ത്യയിൽ 1986 ബിജു ഇമ്മാനുവൽ വിയാസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന പ്രസിദ്ധമായ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവത്തെ നിർവചിച്ച സുപ്രീം കോടതിയുടെ ഒരു കേസുണ്ട്. 3 കുട്ടികൾ ജനഗണമന എന്ന നാഷണൽ ആന്തം ചെല്ലാൻ വിസമ്മതിച്ചു. യഹോവ സാക്ഷികളായിരുന്നു.
ദൈവത്തിനെ പ്രകീർത്തിച്ചുകൊണ്ടല്ലാത്ത ഒരു പ്രകീർത്തന ഗീതവും പാടുകയില്ല എന്നാണ് അവരുടെ വിശ്വാസം. അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സ്കൂളുകാർ ചെയ്തത് ശരിയാണെന്ന് വിധിച്ചു. 986 സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ഈ കേസ് പരിഗണിച്ചതിന് ശേഷം മതസ്വാതന്ത്ര്യത്തെയും റൈറ്റ് ടു എഡ്യൂക്കേഷനെയും ഒക്കെ കൃത്യമായി നിർവചിച്ചുകൊണ്ട് പറഞ്ഞു, ഈ 3 കുട്ടികൾ അവരുടെ വിശ്വാസത്തിന്റെ ഭാഗമായി ദേശീയ ഗാനം ചെല്ലുകയില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ അവരെ സ്കൂളിൽ നിന്ന് പുറത്താക്കാനോ നടപടിയെടുക്കാനോ അനുവാദമില്ല, അവകാശമില്ല. ഈ രാജ്യത്തെ ന്യൂനപക്ഷമായ മൈനോറിറ്റിയായ വിഭാഗത്തിന്റെയും വിശ്വാസത്തെ സംരക്ഷിക്കുക എന്നുള്ളത് ഭരണഘടന പൗരന് നൽകുന്ന അടിസ്ഥാന സംരക്ഷണമാണ്. അതുകൊണ്ട് ഈ കുട്ടികളെ തിരിച്ചെടുക്കണം. നഷ്ടപ്പെട്ടു പോയ ക്ലാസ് മുഴുവൻ സ്കൂള് ഫീസ് കൊടുത്ത് പ്രത്യേക ട്യൂഷൻ കൊടുത്ത് പഠിപ്പിക്കണമെന്ന് വിധിച്ച 986 ബിജു ഇമ്മാനുവൽ വിയാസ് ദ സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സുപ്രീം കോടതിയുടെ വിധിയുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. സൂംബ ഡാൻസിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ അങ്ങനെ പെണ്ണിന് മാത്രമായിട്ടൊരു ഡാൻസ് ഹറാമല്ല, പെണ്ണിന് മാത്രമായിട്ടൊരു പാട്ടും ഹറാമല്ല, പെണ്ണിന് മാത്രമായിട്ട് അങ്ങനെ ഒരു ഇറുകിപ്പിടിച്ച വസ്ത്രവും ഹറാമല്ല. പെണ്ണാണെങ്കിലും ആണാണെങ്കിലും ഇതൊക്കെ ഹറാമാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ പണ്ഡിതന്മാർ കുറെ കാലമായി പ്രസംഗിച്ച് ശീലിച്ച ഒരു വിഷയം പെണ്ണുങ്ങളെ കുറിച്ച് മാത്രമാണ്. നമ്മൾ ഈ വഴിയിലൂടെ ഒക്കെ പോകുമ്പോൾ പോസ്റ്റർ കാണും, നരകത്തിൽ പോകുന്ന പെണ്ണ്, പെണ്ണുങ്ങൾക്ക് സ്വർഗം കിട്ടാൻ 10 വഴികൾ. എന്താ ആണുങ്ങൾക്ക് ഈ നരകമില്ലേ, ആണുങ്ങൾക്ക് ഈ സ്വർഗം വേണ്ടേ? ഇങ്ങനെ തുടങ്ങി എപ്പോഴും സ്ത്രീകൾക്കെതിരെ മാത്രം പ്രസംഗിച്ചും സ്ത്രീകൾക്കെതിരെ മാത്രം നിയമം കൊണ്ടുവന്നും ശീലിച്ച് അത് ഇന്നത്തെ ആധുനിക വിഷജന്തുക്കളായ മീഡിയകൾക്ക് അതൊരു വളമാക്കുകയും അവരെ ഇത് പഠിപ്പിക്കുകയും ചെയ്ത ആളുകൾ തന്നെയാണ് ഇന്ന് ഈ കേൾക്കുന്ന പരിഹാസങ്ങൾക്കൊക്കെ ഉത്തരവാദി. ഇങ്ങനൊരു നാട്ടിൽ നിൽക്കുമ്പോൾ പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ആഴ്ചയാണ് ഹൈക്കോടതിയിൽ കുറെ കാലമായി കിടക്കുന്ന ഒരു കേസിന്റെ വിധി വന്നത്. കേരളത്തിലെ സ്കൂളുകളിൽ സിലബസ് പഠിപ്പിച്ചു തീർക്കാൻ 1 വർഷത്തെ സമയം തികയുന്നില്ല. അതുകൊണ്ട് മാസത്തിലെ 1ാമത്തെ ശനിയും 3ാമത്തെ ശനിയും പ്രവൃത്തി ദിവസമാക്കണം. രാവിലെ 15 മിനിറ്റും വൈകിട്ട് 15 മിനിറ്റും കൂടി അരമണിക്കൂർ എക്സ്ട്രാ ടൈം പഠിപ്പിക്കാൻ വേണ്ടി വേണമെന്ന് ഹൈക്കോടതി വിധി വന്നത്. അതിന്റെ ഇടയിൽ ഇത് കൊണ്ടുവന്നാൽ ഇത് ശരിയാകുമോ എന്ന് തുടങ്ങി പല ചോദ്യങ്ങൾ, പല മതക്കാർക്ക്, പല വിശ്വാസങ്ങൾക്ക് പല പ്രശ്നങ്ങൾ ഇതിന്റെ പേരിലുണ്ട്. ആ പ്രശ്നങ്ങൾ ഉള്ളവരൊക്കെ അവരവരുടെ പ്രശ്നങ്ങൾ പറയും. ഇതിന് മീഡിയക്ക് എന്ത് കാര്യം? ഇതിന് ചോര കുടിക്കുന്നതിന് വേണ്ടി പ്രതിപക്ഷ നേതാവ് ഏറ്റവും മാന്യമായ സമീപനം, അത് അവര് അതുമായി ബന്ധപ്പെട്ട ആളുകളുമായിട്ട് ചർച്ച ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് അദ്ദേഹത്തിന്റെ വാർത്ത നിർത്തി. ഉടനെ ആ വാർത്ത ഇട്ടിട്ട് ഇവിടെ മീഡിയക്കാർ വിശദീകരണം കൊടുക്കുന്നു, പ്രതിപക്ഷ നേതാവ് അവരുടെ കൂടെയാണെന്ന്. സത്യത്തില് യുദ്ധസമയത്ത് തുർക്കിയിൽ കോൺഗ്രസിന് ഓഫീസ് ഉണ്ടെന്ന് പറഞ്ഞ അർണാബ് ഗോസ്വാമി ഇവരെ കണ്ടു പഠിക്കണം, എങ്ങനെ വർഗീയത ഉണ്ടാക്കണമെന്ന് കേരളത്തിലെ മീഡിയകളിലെ ആങ്കറുകളെ കണ്ടു പഠിക്കണമെന്നാണ് പറയാനുള്ളത്. പിന്നെ വേറൊരാൾ സൂംബ നടിച്ചപ്പോ സാമ്പാന്ന് വന്നുപോയി, അതിന്റെ പ്രശ്നമാണെന്ന്. അത് പറഞ്ഞതോ കേരളത്തിലെ ലോകത്തില് ശാസ്ത്ര സമൂഹത്തെയും 8ാം ക്ലാസ്സിലെ ഫിസിക്സ് മുതലുള്ള പുസ്തകം എങ്കിലും പഠിച്ചിട്ടുള്ള സകല കുട്ടികളെയും അമ്പരപ്പിച്ച് നിർത്തിയ ഒരു പ്രസ്താവന ഈ യുദ്ധസമയത്ത് നടത്തിയ ആള്, പ്രകാശത്തിന്റെ 3 ഇരട്ടി വേഗതയുള്ള മിസൈൽ അയച്ചു എന്ന് ഒരു ഉളുപ്പുമില്ലാതെ പ്രസ്താവന നടത്തിയ ആള് മുസ്ലിങ്ങൾക്ക് വിവരം കുറവാണ്. സൂംബ നടിച്ചപ്പോ സാമ്പാന്ന് കിട്ടിയതാണ്. സാമ്പ എന്ന് പറഞ്ഞാൽ അതൊരു പ്രണയ ഡാൻസ് ആണ് സാമ്പ എന്നുള്ളത്. ഇന്ന് തുടങ്ങി എങ്ങനെയൊക്കെ മുസ്ലിങ്ങളെ കരിവാരി തേക്കാമോ ആ തരത്തിലൊക്കെ കരിവാരി തേക്കാൻ, ചോര കുടിക്കാൻ, പച്ചവെള്ളത്തിന് തീ പിടിപ്പിക്കാൻ വേണ്ടി നിൽക്കുന്ന മീഡിയകളാണ് സത്യത്തിലെ ലഹരിക്കെതിരെ സർക്കാർ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കുന്നതിന് മുമ്പ്, പദ്ധതികൾ തയ്യാറാക്കുന്നതിന് മുമ്പ് ഈ മീഡിയക്കാര് വമിപ്പിക്കുന്ന, നമ്മളുടെ അന്തരീക്ഷത്തെ മുഴുവൻ മലിനീകരിക്കുന്ന, അവരവരുടെ വാ കൊണ്ട് വിസർജിച്ചു കൊണ്ടിരിക്കുന്ന ഈ വിഷം ഒതുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ നമ്മളുടെ അടുത്ത തലമുറ ലഹരി കൊണ്ട് എത്ര ഗുരുതരമായ പ്രശ്നത്തിലേക്ക് പോകുമോ അതിനേക്കാൾ ഗുരുതരമായ പ്രശ്നത്തിലേക്ക് ഈ മീഡിയകൾ പടച്ചുവിടുന്ന വിദ്വേഷത്തിന്റെയും വർഗീയതയുടെയും പേരിൽ പോകുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ആലോചിക്കണം, ഒരു ചർച്ച നടക്കുമ്പോൾ, ഒരു വിഷയത്തെക്കുറിച്ച് ചർച്ച നടക്കുമ്പോൾ ആരെയാ വിളിക്കേണ്ടത്? ന്യൂസ് 18 എന്ന് പറയുന്ന അംബാനിയുടെ റിലയൻസിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു ചാനലുണ്ട്. കേരളത്തിൽ ഏറ്റവും സൈലന്റായി വർഗീയത, മുസ്ലിം വിദ്വേഷം മാത്രം പ്രചരിപ്പിക്കുന്ന ചാനൽ. ആ ചാനലിലെ 4 ദിവസമാണ് ചർച്ച. ചർച്ചയ്ക്ക് ആരെയാ വിളിക്കുന്നത്? ഒന്നെങ്കിൽ ഈ സൂംബ ഡാൻസിന്റെ ട്രെയിനേഴ്സിനെ വിളിക്കണം, അല്ലെങ്കിൽ ഈ PTA അസോസിയേഷന്റെ ആരെങ്കിലും വിളിക്കണം, അല്ലെങ്കിൽ അധ്യാപക സംഘടനകളുടെ നേതാക്കന്മാരെ വിളിക്കണം. ഇവരാരുമില്ല. ഒന്ന് കാസയുടെ പ്രസിഡന്റ് കെവിൻ പീറ്റർ, പിന്നെ മറ്റൊരു വർഗീയ സംഘടനയുടെ അടുത്ത നേതാവ്, പിന്നെ വർഗീയത മാത്രം പറയുന്നതിന് വേണ്ടി പേര് വെക്കാതെ നിരീക്ഷകൻ എന്ന മാത്രം ടൈറ്റിൽ കൊടുത്തിരിക്കുന്ന 3-4 ആളുകൾ. ഇവരെ മാത്രം വിളിച്ചിരുത്തിയിട്ട് ഇവർക്കും ഈ സൂംബ ഡാൻസുമായിട്ട് എന്ത് ബന്ധം? ജീവിതത്തിൽ ഈ പ്രശ്നം നടക്കുമ്പോഴാണ് ഇവർ ഇതിനെക്കുറിച്ച് കേട്ടിട്ടുള്ളത്. പക്ഷെ ഇവരുടെ വായിൽ, ഇവരുടെ കയ്യിൽ ഒന്നുണ്ട്. എന്ത് പ്രശ്നം ലോകത്ത് നടന്നാലും
അതൊക്കെ മുസ്ലിം വർഗീയതയാണ്, തീവ്രവാദമാണ് എന്ന് മാത്രം പറയും. പണ്ട് കേരളത്തിലെ ഒരു മാധ്യമത്തെ കുറിച്ച് പറയുന്ന, ഉള്ളതാണോ ഇല്ലാത്തതാണോ അറിയില്ല, ഒരു കഥയുണ്ട്. ഒരു നാട്ടിലൊരു പെൺകുട്ടി വെള്ളത്തിൽ വീണു. 2 മുസ്ലിം യുവാക്കള് മുങ്ങിച്ചാവുന്ന ആ കുട്ടിയെ രക്ഷിച്ചു. പിറ്റേന്ന് വാർത്ത വന്നു, വെള്ളത്തിൽ മുങ്ങിത്താഴാൻ പോയ പെൺകുട്ടിയെ 3 മുസ്ലിം തീവ്രവാദികളെ രക്ഷിച്ചു. അപ്പം ഇവര് ആ ഓഫീസിൽ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ ഇത് എന്ത് പണിയാ കാണിച്ചത്? ഞങ്ങളുടെ ജീവൻ അപകടത്തിൽപ്പെടുത്തി ഞങ്ങൾ അവരെ രക്ഷിച്ചപ്പോൾ ഇങ്ങനെ കൊടുത്തു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങളുടെ കയ്യിൽ ഇവിടെ ആകെ ഒരു അച്ചേ ഉള്ളൂ, അതിൽ മുസ്ലിം എന്നുണ്ടെങ്കിൽ കൂടെ തീവ്രവാദിയുണ്ട്, വേറെ അച്ചില്ലാത്തത് കൊണ്ടാണ് ആ അച്ചു കൊണ്ട് കൊടുത്തത് എന്ന് പറയുന്ന രീതിയിൽ വിഷലിപ്തമായ വാർത്തകൾ മാത്രം കൊടുക്കാനിരിക്കുന്ന ആളുകളോട് അത്രമേൽ രാഷ്ട്രീയ പ്രാധാന്യമില്ലാത്ത വിഷയങ്ങൾ മുസ്ലിം സമൂഹത്തിലെ പണ്ഡിതന്മാര് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാക്കി കൊടുക്കരുത് എന്നാണ് പറയാനുള്ളത്. 2, ജനാധിപത്യ രാജ്യത്ത് ആർക്കും എന്തും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതിന് കൃത്യമായി ഭരണഘടന നൽകുന്ന അവകാശങ്ങളുണ്ട്. 3, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട ആളുകളുമായി ദീർഘകാലം ആലോചിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം കൊണ്ടുവരിക എന്നുള്ളതാണ് പ്രായോഗികമായ രീതി, സയന്റിഫിക്കായ രീതി. ഇതിനപ്പുറം ഈ വിവാദത്തിന് മറ്റൊരു പ്രസക്തിയുമില്ല. വെറുതെ നമ്മളുടെ 4-5 ദിവസം കളഞ്ഞു. അതിനേക്കാൾ പ്രാധാന്യമുള്ള വിഷയമൊക്കെ നമ്മളെ കൊണ്ട് മറപ്പിച്ചു കളഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മളുടെ നാടിനെയും നമ്മളെയും കാത്തുരക്ഷിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ.